ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു പായസത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപരിപ്പ് പ്രഥമൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ട് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചെറുപയർ പരിപ്പ് എടുക്കണം. ഞാനിവിടെ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഒരു കുക്കറിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി ആ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചെറുപയർ പരിപ്പ് നന്നായിട്ട് വറുത്തെടുക്കണം. നല്ലൊരു ചുമക്ക വറുത്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. കാരണം തീ കൂട്ടി വറുത്ത് വെച്ച് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം സൈഡിലിരിക്കുന്ന പരിപ്പെല്ലാം താഴേക്ക് ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആവി വരുമ്പോൾ നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരുന്നത് വരെയാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 3 വിസിൽ വന്ന് കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ നന്നായിട്ട് പരിപ്പ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു അരഭാഗം നമുക്കൊന്ന് ഉടച്ചു കൊടുക്കണം. ബാക്കി അരഭാഗം നമുക്ക് ആ പരിപ്പ് കടിക്കാനായിട്ട് കിട്ടണം. അതിനുശേഷം ഉരുളിയിലേക്ക് നെയ്യ് ഒഴിച്ച് ചൂടായി വരുമ്പം ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പെല്ലാം കൂടെ നമുക്ക് ഉരുളിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഈ കട്ടകളെല്ലാം ഒന്ന് ഉടച്ചെടുക്കണം. ഇനി ഈ ശർക്കര പാനിയിൽ കിടന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് വരണ്ട് വരണം. അപ്പോൾ ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ കട്ടകളെല്ലാം ഉടച്ചെടുത്ത ശേഷം ഇത് നന്നായിട്ട് ഇതുപോലൊന്ന് വറ്റി വരണം. നന്നായിട്ട് വറ്റി ആ ശർക്കര പാനി ആ പരിപ്പിലേക്കെല്ലാം നന്നായിട്ട് പിടിക്കണം. എന്നാലാണ് പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇതിലേക്ക് 2 പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത ശേഷം ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തേങ്ങാപ്പാലെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട ശേഷം ഇതുപോലെ വറ്റി വരുമ്പോൾ ഇതിലേക്ക് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്ക അതുപോലെ തന്നെ ചുക്ക് ജീരകം കൂടെ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പൊടികൾ ചേർത്ത് കൊടുത്ത് ഉടനെ തന്നെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല, ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറുകിയിരിക്കുന്ന 1 പാലൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. 1 പാൽ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിടെ ഈ ഉരുളിക്ക് തന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് ചൂടാക്കേണ്ട ആവശ്യമില്ല. അപ്പം പാല് പിരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നെയ്യിൽ ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തൂടെ വറുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് പ്രഥമൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പായസം ഇഷ്ടമെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.